ഹലോ എവരി വൺ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലിനോവോ തിങ്ക്പാഡ് E14 കോർ i5. ഇത് ഈ മോഡലിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 8GB റാം, 512GB SSD, 2GB ഗ്രാഫിക്സ് കാർഡ്, ഡോസ് എന്ന് പറയുമ്പോൾ വിൻഡോസ് കാണത്തില്ല, നമ്മൾ വിൻഡോസ് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഒരു ബിസിനസ് സീരീസ് എഡിഷനാണ്. ഇത് വരുന്നത് 11th ജനറേഷനാണ്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് 2 സ്ലോട്ട് വരുന്നുണ്ട് SSD ഇടാൻ. നോർമലി ഇതിൻ്റെ പ്രീവിയസ് വെർഷൻ എന്ന് പറയുന്നത് 10th ജനറേഷൻ ആയിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് 1TB ഹാർഡ് ഡിസ്ക് കൂടാതെ SSD ഇടാം, NVMe. പക്ഷേ ഈ മോഡൽ എന്ന് പറയുമ്പോൾ ഇത് പുതിയ മോഡലായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ട് വരുന്നത് SSD തന്നെയാണ്, 512GB. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വൺ മോർ സ്ലോട്ട് ഉണ്ട്. അത് ഒരു സ്ലോട്ടും കൂടെ വരുന്നത് നമുക്ക് NVMe എന്ന് പറഞ്ഞ റാം ടൈപ്പുള്ള SSD ഉണ്ട്. ആ മോഡൽ നമുക്ക് ഇതിലിടാം. അപ്പോൾ നമുക്ക് 2 SSD ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സ്പീഡായിരിക്കും നമ്മുടെ ലാപ്ടോപ്പിന്. ഓക്കെ, അപ്പം ഇത് നമുക്ക് പുതിയ മോഡലാണ് വരുന്നത്. ഇത് 11th ജനറേഷൻ മോഡലാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രീവിയസ് 10th ആയിരുന്നു. ആ മോഡൽ ഇപ്പം നിന്നു. സെയിം രണ്ടും ലുക്ക് വൈസ് കാണാനും എല്ലാം ഒരേ ഇത് തന്നെയാണ്. പക്ഷേ അതും E14, ഇതും E14. പക്ഷേ അത് 10th ജനറേഷന്, ഇത് 11th ജനറേഷൻ ലേറ്റസ്റ്റ് മോഡലാണ് വരുന്നത്. പിന്നെ 2GB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് NVIDIA വരുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ പറയുന്നത് ഇത് 14 ഇഞ്ചാണ് വരുന്നത്. കാരണം നോർമലി ലാപ്ടോപ്പ് 15.6 ആണ് എല്ലാവരും പൊതുവെ ചൂസ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ആനിമേഷനും 3D Max അതുപോലെ ഗെയിംസ് ആണെങ്കിലും വലിയ സ്ക്രീനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഈ മോഡലിന് വരുമ്പോൾ ഇത് 14 ഇഞ്ചാണ്. അപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കൊണ്ടു നടക്കാനും ഒക്കെ എളുപ്പമാണ്. എവിടെയെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. അത് യൂസ് ചെയ്യാനും എളുപ്പമാണ്. എവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. 15.6 ആകുമ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പവും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ക്യാമറ വരുന്നത് നമുക്ക് ഹൈഡ് ചെയ്യാം ക്യാമറ. ഓക്കെ, നമുക്ക് കാരണം നമ്മളിപ്പം അവിടെ നമ്മുടെ ബെഡ്റൂമിൽ എല്ലാം വെക്കുകയാണെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കാം. നമുക്ക് സേഫ്റ്റി എന്ന് പറയുമ്പം അതൊരു പ്രത്യേകതയാണല്ലോ. പിന്നെ ഇതിന് CD ഡ്രൈവ് വരത്തില്ല, USB പോർട്ട് മാത്രമേ വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് HDMI വരുന്നുണ്ട്, 2 USB പോർട്ട് വരുന്നുണ്ട്. അത് ചാർജർ എന്ന് പറയുമ്പോൾ USB-C ആണ്. പിന്നെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് കയ്യിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് തിങ്ക്പാഡ് മോഡൽ എന്ന് പറയുന്നത്. നോർമലി ലാപ്ടോപ്പ് ഉണ്ട്, ലിനോവയുടെ തന്നെ ഐഡിയ പാഡ്, മറ്റേ V15, ഐഡിയ പാഡ് 3 അങ്ങനത്തെ മോഡലുണ്ട്. അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പം അത് നോർമൽ ലാപ്ടോപ്പാണ്, ഹോം യൂസ് അത്രയേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ മോഡൽ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ബിസിനസ് സീരീസ്. ഇത് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുകയും ചെയ്യും. കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്ര വർഷം വേണം യൂസ് ചെയ്യാം. കാരണം ഒരു മിനിമം ഒരു 4-5 വർഷം നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. ഇത് UAയുടെ സാധനമാണ്, അതായത് നമ്മുടെ ലോക്കൽ ഐറ്റം ആയതുകൊണ്ട് 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ 3 ഇയർ ആക്കുകയും ചെയ്യാം. അതിന് ഏകദേശം 300 dirhams എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 ഇയർ ആക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഒരു ഏകദേശ പ്രൈസ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുമെന്ന് പറഞ്ഞത് ഒരു 3950 പ്ലസ് വാറ്റ് വരും. അപ്പം ഏകദേശം ഒരു 4150 ആ റേഞ്ച് വരും. ഇവിടുത്തെ ദുബായിയുടെ, അതായത് UAE കറൻസി വെച്ച് നോക്കുവാണെങ്കിൽ 4150 വരും. ഇന്ത്യൻ കറൻസി വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 83,000 നമ്മുടെ നാട്ടിൽ ഈ പ്രൈസിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു മോഡൽ തന്നെ. കാരണം തിങ്ക്പാഡ് സീരീസിൽ ഇതിനാണ് സ്റ്റാർട്ടിങ്. ഇതിനെക്കാട്ടി കൂടിയ മോഡലും ഉണ്ട്. ഇതിപ്പം സ്റ്റാർട്ടിങ് E14 ഉള്ളൂ. ഇതിനെക്കാട്ടി കൂടുതൽ T15 ഉണ്ട്, T14 ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് സീരീസ് ആണ്. ഓക്കെ, താങ്ക് യു.